വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 2026 നടന്ന ഹിന്ദി കേട്ടറ്റ് കാറ്റഗറി നമ്പർ 4ന്റെ PYQ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ സ്വപ്ന ജോലിക്ക് വേണ്ടിയിട്ട് CC ലേണിംഗ് ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യുക. PSC, കാറ്ററ്റ്, സെറ്റ്, നെറ്റ് തുടങ്ങിയ എല്ലാ കോഴ്സിന്റെയും ഫ്രീ ക്യൂസ്, ഡെയിലി വർക്കൗട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ, അങ്ങനെ എല്ലാ വർക്കൗട്ടുകളും നമ്മുടെ ലേണിംഗ് ആപ്പിൽ ലഭ്യമാണ്. പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ കാറ്ററ്റ് പാസ്സായ കുട്ടികളുടെ ഫോട്ടോസാണിത്. അപ്പോൾ അടുത്ത വർഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോട്ടോസും ഇവിടെ വരണം. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് കടന്നാലോ. ഇസ്മേ അഷ്ടചാപ് കെ കവി കോൻ ഹെ. അഷ്ടചാപ് എന്നുള്ളത് ഹിന്ദിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓപ്ഷൻ എ കബീർദാസ്, ഓപ്ഷൻ ബി സൂർദാസ്, ऑप्शन सी तुलसीदास, ऑप्शन डी रहीम. अष्टचाप के कवि जो है सूरदास. निम्न में अगर्मक क्रिया कौन सी है? ऑप्शन ए गाता है, ऑप्शन बी गरीता है, ऑप्शन सी चलता है, ऑप्शन डी लिखता है. चलता है एनुള്ളതാണ് अगर्मक क्रिया. कबीर की रचनाओं का संग्रह कौन सा है? ऑप्शन ए सच्चाई, ऑप्शन बी साहित्य लहरी, ऑप्शन सी विनय पत्रिका, ऑप्शन डी बीजक. कबीर की रचनाओं का संग्रह जो है बीजक. കബീറിന്റെ രചനകൾ ഏതൊക്കെയാണ് എന്നറിയാമോ? സാക്കി, സബദ് और രമേനി. बीजे के संग्रहकर्ता जो है धर्मदास. ആ ഒരു പോയിന്റ് കൂടെ ഇവിടെ ഓർത്തു വയ്ക്കണം. धूमिल का असली नाम क्या है? ऑप्शन ए सुदामा पांडे, ऑप्शन बी रघुवीर सहाय, ऑप्शन सी केदारनाथ सिंह, ऑप्शन डी सदल मिश्र. धूमिल का असली नाम जो है सुदामा पांडे. झूठन आत्मकथा किसकी है? ऑप्शन ए शरण कुमार लिम्बाले, ऑप्शन बी ओम प्रकाश वाल्मीकि, ऑप्शन सी सुशीला डाकबौरे, ऑप्शन डी कौसल्या बैसंत्री. झूठन ആത്മകഥ ഓം പ്രകാശ് വാത്മീകി. ദളിത് സാഹിത്യ എന്നതിന്റെ ഉള്ളിലാണ് ഏത് വരിക? झूठन ആത്മകഥ എന്നുള്ള സെക്ഷൻ വരിക. ഹിന്ദി का पहला उपन्यास निम्न में से कौन सा है? ऑप्शन ए गोदान, ऑप्शन बी परीक्षा गुरु, ऑप्शन सी शेखर एक जीवनी, ऑप्शन डी तमस. हिंदी का पहला उपन्यास लाना श्रीनिवास दास द्वारा रचित परीक्षा गुरु है. ഓർത്തു വെക്കുക, हिंदी का पहला उपन्यास परीक्षा गुरु ആണ്. लेखक जो है लाला श्रीनिवास दास. निम्न में भाववाचक संख्या शब्द क्या है? ऑप्शन ए मिठास, ऑप्शन बी प्यासा, ऑप्शन सी लड़का, ऑप्शन डी नया. മീഠ എന്നുള്ള വേർഡിൽ നിന്നുമാണ് എന്തുണ്ടാക്കുന്നത്? മിഠാസ് എന്നുള്ള ഭാവവാചക് സംഖ്യ ഉണ്ടാക്കുന്നത്. സുകുമാർ കവി കിസെ कहते हैं? ऑप्शन ए सुमित्रानंदन पंत, ऑप्शन बी रामकुमार वर्मा, ऑप्शन सी जयशंकर प्रसाद, ऑप्शन डी रामधारी सिंह दिनकर. നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം, പ്രകൃതിക്ക് സുകുമാർ കവി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ സുമിത്രാനന്ദൻ പന്ത് ആണ്, പന്ത് ജി ആണ്. अंधेर नगरी नामक प्रहसन किसका है? ऑप्शन ए राधाचरण गोस्वामी, ऑप्शन बी भारतेंदु हरिश्चंद्र, ऑप्शन सी बद्रीनारायण चौधरी प्रेमकन, ऑप्शन डी अंबिका दत्त व्यास. अंधेर नगरी സിമ്പിൾ ആണ്. ആരുടെയാണ്? ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ നാടകമാണ് अंधेर नगरी. नेक्स्ट क्वेश्चन, होरी प्रेमचंद के किस उपन्यास का पात्र है? ऑप्शन ए निर्मला, ऑप्शन बी कर्मभूमि, ऑप्शन सी रंगभूमि, ऑप्शन डी गोदान. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രേംചന്ദിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപന്യാസമാണ് ഗോദാൻ. ആ ഗോദാനിലെ പാത്രാണ് ആര്? ഹോരി. പ്രമുഖ പാത്രാണ് ഹോരി. സാകേത് കിസ് വിധാ की रचना है? ऑप्शन ए उपन्यास, ऑप्शन बी कहानी, ऑप्शन सी महाकाव्य, ऑप्शन डी निबंध. साकेत जो है महाकाव्य है. नेक्स्ट क्वेश्चन, श्रृंगार रस का स्थायी भाव क्या है? ऑप्शन ए दया, ऑप्शन बी रति, ऑप्शन सी निर्वेद, ऑप्शन डी शोक. श्रृंगार रस का स्थायी भाव जो है रति. आंखों का तारा मुहावरे का अर्थ क्या है? ऑप्शन ए खुश होना, ऑप्शन बी बहुत प्यारा, ऑप्शन सी बहुत कम, ऑप्शन डी लालची. ആങ്കോം കാ താര എന്നുള്ളത് മലയാളത്തിലെ കണ്ണിലുണ്ണി എന്നുള്ളൊക്കെയുള്ള ഒരു പ്രയോഗമില്ലേ, അതാണ് ആങ്കോം കാ താര. അപ്പൊ എന്താണ് വരിക? സിമ്പിൾ ആയിട്ട് നമുക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓപ്ഷൻ ബി
ബഹുത് പ്യാര എന്നുള്ളതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രേംചന്ദ് का असली नाम क्या है? ऑप्शन ए धनपत राय, ऑप्शन बी गुलाब राय, ऑप्शन सी अमृत राय, ऑप्शन डी जयराम. പ്രേംചന്ദ് का असली नाम जो है ധൻപത് റായ്. പ്രേംചന്ദിന് പ്രേംചന്ദ് എന്നുള്ള പേര് കൊടുത്തത് ആരാണ്? ദയാ നാരായൺ നിഗമാണ്. ഓക്കെ. ചന്ദ് ബർദായി का महाकाव्य निम्न में से कौन सा है? ऑप्शन ए पृथ्वीराज रासो, ऑप्शन बी गुमान रासो, ऑप्शन सी बीसल देव रासो, ഓപ്ഷൻ ഡി പരമാൽ രാസോ. സിമ്പിൾ ആണ്. ചന്ദബരദായി എപ്പോഴും എന്തായിരിക്കും? പൃഥ്വിരാജ് രാസോ. ചന്ദബരദായി പൃഥ്വിരാജ് രാസോ. പത്മാവത് കിസ്കി രചന ഹെ? ഓപ്ഷൻ എ ഉസ്മാൻ, ഓപ്ഷൻ ബി മഞ്ജൻ, ഓപ്ഷൻ സി ജായസി, ഓപ്ഷൻ ഡി ഷേഖ് നബി. പത്മാവത് ഏതുമായിട്ട് കണക്ട് ചെയ്യും? പത്മാവത് ജായസി. പത്മാവത് ജായസി. कामायनी की ईड़ा किसका प्रतीक है? ऑप्शन ए मन का, ऑप्शन बी बुद्धि का, ऑप्शन सी हृदय का, ऑप्शन डी दया का. कामायनी की ईड़ा बुद्धि का प्रतीक है. ജയശങ്കർ പ്രസാദിന്റെ കാമായനിയിലെ ഇട എന്ന് പറയുന്ന കഥാപാത്രം എന്തിന്റെ പ്രതീകമാണ്? ബുദ്ധിയുടെ പ്രതീകമാണ്. आधुनिक मीरा किसे कहते हैं? ऑप्शन ए राजेंद्र बाला घोष, ऑप्शन बी सुभद्रा कुमारी चौहान, ऑप्शन सी महादेव वर्मा, ऑप्शन डी कीर्ति चौधरी. आधुनिक मीरा महादेव वर्मा. आधुनिक मीरा महादेवी वर्मा को कहते हैं. तार सप्तक का संपादन किसने किया था? तार सप्तक. ऑप्शन ए नागार्जुन, ऑप्शन बी अज्ञे, ऑप्शन सी डोमिल, ഓപ്ഷൻ ഡി നിരാല. സിമ്പിളാണ്. അഗ്യയാണ് താർ സപ്തക സമ്പാദൻ. ഓക്കെ, അഗ്യ എന്നുള്ള പേര് ഓർത്തു വെക്കുക. സ്കന്ദഗുപ്ത് നാടക് കിസ്കാ ഹെ? ഓപ്ഷൻ എ ജഗദീഷ് ചന്ദ്ര മാഥുർ, ഓപ്ഷൻ ബി മോഹൻ രാകേഷ്, ഓപ്ഷൻ സി ധർമ്മവീർ ഭാരതി, ഓപ്ഷൻ ഡി ജയശങ്കർ പ്രസാദ്. സ്കന്ദഗുപ്ത് എന്നുള്ള നാടകം പ്രസാദ് ജിയുടേതാണ്. സ്കന്ദഗുപ്ത്, ചന്ദ്രഗുപ്ത് എന്നൊക്കെയുള്ള നാടകങ്ങളൊക്കെ ആരുടേതാണ്? ജയശങ്കർ പ്രസാദിൻ്റെതാണ്. മൈഥിൽ കോകിൽ കെ നാം സെ മഷഹൂർ കവി കോൻ ഹെ? മൈഥിലി കോകിൽ എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്ക് സിമ്പിളായിട്ട് അറിയാം. ഓപ്ഷൻ എ ചിന്താമണി, ഓപ്ഷൻ ബി മധുരാം, ഓപ്ഷൻ സി വിദ്യാപതി, ഓപ്ഷൻ ഡി അമീർ ഖുസരോ. മൈഥിലി കോകിൽ എന്നറിയപ്പെടുന്നത് വിദ്യാപതി ആണ്. രാഷ്ട്രീയ ഹിന്ദി दिवस कब मनाया जाता है? जनवरी 26, अगस्त 15, സെപ്റ്റംബർ 14, മാർച്ച് 8. രാഷ്ട്രീയ ഹിന്ദി ദിവസ് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. എപ്പോഴാണ്? സെപ്റ്റംബർ 14 എന്നുള്ളതാണ്. രാഷ്ട്രീയ ഹിന്ദി ദിവസ് സെപ്റ്റംബർ 14. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മുടെ കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വരികയാണ്. പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിയാലേ നമുക്ക് ഇത്തവണ കേട്ടറ്റ് എക്സാം പാസ്സാവാൻ വേണ്ടി പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന 8589083568 എന്നുള്ള നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ. മാത്രമല്ല കേട്ടറ്റിൻ്റെ ഫ്രീ ഗ്രൂപ്പ് അവൈലബിൾ ആണ്. ഇതുവരെ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ള എല്ലാവരും തന്നെ പെട്ടെന്ന് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കേട്ടറ്റ് എക്സാം എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. താങ്ക് യു.